നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു പുതിയൊരു സീരീസ് ആണ് ആരംഭിക്കാൻ പോകുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ആണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇനി മെയ് മാസം മുതൽ നമുക്കറിയാലേ പരീക്ഷാകാലമാണ്. അപ്പോൾ ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലോ, ഇനിയിപ്പോൾ CPO ആണെങ്കിലോ അതുപോലെ തന്നെ എക്സൈസ് ആണെങ്കിലോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിലോ ഡിഗ്രി പ്രിലിംസ് അതുപോലെ 10th മെയിൻസ് വരുന്ന സെക്രട്ടേറിയറ്റ് OA അസിസ്റ്റന്റ് സെയിൽസ്മാൻ എല്ലാ പരീക്ഷ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു സെക്ഷനിൽ നിന്ന് മുഴുവൻ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീരീസ് ആയിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും കൺഫ്യൂഷനാണ്. ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പല ആൾക്കാർക്കും എന്തില്ല, ഒരു ധാരണയില്ല. അപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണെങ്കിൽ 2024 മുഴുവൻ കറണ്ട് അഫയേഴ്സും പഠിക്കണം. അതിൻ്റെ കൂടെ 2025 മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കേണ്ടത്. അതായത് മെയ് മാസമാണ് പരീക്ഷ എന്നുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കണം. ഓക്കെ, അതായത് ഒരു പരീക്ഷയുടെ ഒരു മാസം ഗ്യാപ്പ് ഇട്ടിട്ട് അതുവരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ മൊത്തം പറയുകയാണെങ്കിൽ 2024 12 മാസവും അതുപോലെ 2025 3 മാസം, മൊത്തം 15 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ 15 മാസം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇല്ലേ എന്ന് ചിന്തിക്കൊന്നും വേണ്ട. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിലെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. എല്ലാതും കിട്ടുന്ന എല്ലാ ആനുകാലികം എന്ത് ചെയ്യും, വായിക്കും, പഠിക്കും. അതിൽ ആവശ്യമുള്ളത് ഏതാണ്, ആവശ്യമില്ലാത്തത് ഏതാണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത് അല്ലേ, ഇപ്പോൾ PSC പരീക്ഷയ്ക്കാണ് നിങ്ങൾ എല്ലാവരും തയ്യാറെടുക്കുന്നത്. അപ്പോൾ PSCയെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. PSC എങ്ങനെയൊക്കെയാണ് കറണ്ട് അഫയേഴ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ 5 വർഷം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദിക്കുന്നത്, ഏതൊക്കെയാണ് ഇനി ചോദിക്കാൻ സാധ്യത ഉണ്ടാകുന്നത്, ആ കാര്യക്കൊന്നും പഠനം നടത്തുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PSC ബുള്ളറ്റിനെ തന്നെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതിൻ്റെ കൂടെ കുറച്ചും കൂടി അഡീഷണൽ ഫാക്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ആയിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും ഓരോ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിച്ചെടുക്കാം. ഇനി ഈ ക്ലാസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്ലാസ് തരുന്നത്. അതായത് ഇത് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സമയമോ അല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്കോ മാറ്റി വെക്കേണ്ടതില്ല. ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അത് പഠിക്കാം. ഓക്കെ, അങ്ങനെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ഈ ഒരു ക്ലാസ് കഴിയാനാവുമ്പോഴേക്കും അതിൻ്റെ ഒരു റിവിഷൻ ഉണ്ടാവും. അതായത് ഒരു മെമ്മറി റിവിഷനും കൂടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു സെക്ഷൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്കൊക്കെ അത് മനസ്സിൽ അല്ലെങ്കിൽ ഓർമ്മയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഒരു ഭാഗം ഈ ഒരു സമയം കൊണ്ട് പഠിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന ഏത് പരീക്ഷയായാലും നിങ്ങൾക്ക് അതിൻ്റെ ഉപകാരം, ആ പരീക്ഷയ്ക്ക് അതിൻ്റെ ഒരു ഉപകാരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് 2025 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം പഠിക്കാം. അപ്പോൾ മാർച്ച്, അത് കഴിഞ്ഞ് ഫെബ്രുവരി, ജനുവരി, പിന്നീട് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചെടുത്തിട്ട് അങ്ങനെ 2024 ജനുവരി വരെ എന്ത് ചെയ്യാം, നമുക്ക് എത്തിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കറണ്ട് അഫയേഴ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്, അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്നാണ് അല്ലേ. അതായത് നമ്മുടെ AI അല്ലേ, AI എന്ന് പറഞ്ഞാൽ എന്താ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. നമുക്ക് AI-യുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി അഡീഷണൽ ഫാക്ട് എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ വേറൊരു ക്ലാസ്സിലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് തരും. ഇപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കാം. എന്താ പറഞ്ഞത്, AI ഉച്ചകോടിയിലെ അന്താരാഷ്ട്ര AI ഉച്ചകോടിയുടെ വേദി എവിടെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് 2025 നടന്നത് എന്ന് ചോദിച്ചാൽ അത് പാരീസിലാണ്. ഓർത്തു വെച്ചേക്കുക, അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി എവിടെ വെച്ചിട്ടാണ് 2025 എവിടെ വെച്ചിട്ടാണ് നടന്നത്, പാരീസിൽ വെച്ചിട്ടാണ്. ഓർത്തു വെച്ചേക്കുക, എവിടെയാണ്, പാരീസ്. ഇനി അടുത്ത AI ഉച്ചകോടിയുടെ വേദിയാകാൻ പോകുന്നത് എവിടെയാണ്, നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ അതും കൂടി പ്രാധാന്യം മനസ്സിലാക്കുക. ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. അപ്പൊ AI-യുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്, AI ഉച്ചകോടി 2025 നടന്നത് പാരീസ് ആണ്. ഇനി അടുത്തത് നടക്കാൻ പോകുന്നത് എവിടെയാണ്, ഇന്ത്യയാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അല്ലെ. എന്താണ് ആ പുരസ്കാരം, നിശാഗന്ധി പുരസ്കാരമാണ്. അപ്പൊ നിശാഗന്ധി പുരസ്കാരം ഏത് മേഖലയിൽ കൊടുക്കുന്നതാണ്, ഏത് മേഖലയിലാണ്, നൃത്തരംഗത്താണ് അല്ലെ. അപ്പൊ നിശാഗന്ധി അല്ലെ, നിശാഗന്ധി പുരസ്കാരമൊക്കെ കൊടുക്കുന്നത് നൃത്തരംഗത്ത് കൊടുക്കുന്നതാണ്. അത് ആരാ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ വിനോദസഞ്ചാര വകുപ്പാണ് ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത്. അപ്പൊ ഈ നിശാഗന്ധി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ആർക്കാണ്, കഥക് കലാകാരനായിട്ടുള്ള പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്കാണ്. ഓർത്തു വെച്ചേക്ക, ആർക്കാണ്, പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്കാണ് ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്.
ഓർത്ത് വെക്കുക, നിശാഗന്ധി പുരസ്കാരം ഏത് മേഖലയിൽ കൊടുക്കുന്നതാണ്? നൃത്തരംഗത്ത് കൊടുക്കുന്നതാണ്. വിനോദസഞ്ചാര വകുപ്പാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ ഇത് ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? കഥക് കലാകാരനായിട്ടുള്ള പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. ഓക്കെ, ഇനി അടുത്തൊരു കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ എടുത്തു പോകുന്നത്. ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പം എല്ലാം നമുക്ക് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പരീക്ഷയോട് അടുപ്പിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും ചോദിക്കാൻ സാധ്യത ഏറിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചെടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. എന്താണ് ആ പുരസ്കാരം എന്ന് പറയുന്നത്? സ്വാതി അയ്യപ്പ പണിക്കർ പുരസ്കാരമാണ് അല്ലെ. സ്വാതി അയ്യപ്പ പണിക്കർ പുരസ്കാരം ആർക്കാ ലഭിച്ചത് എന്ന് ചോദിച്ചാൽ കെ ജയകുമാറിനാണ് കേട്ടോ. ഓർത്തു വെച്ചേക്ക, സ്വാതി അയ്യപ്പ പണിക്കർ പുരസ്കാരം എന്താണ്? ഒരു സാഹിത്യ പുരസ്കാരമാണ്. അപ്പൊ സ്വാതി അയ്യപ്പ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? കെ ജയകുമാർ ആണ്. ഓർത്തു വെച്ചേക്ക, ആർക്കാണ്? കെ ജയകുമാർ. അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ലാസ്റ്റ് ഒരു മെമ്മറി റിവിഷൻ വരും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ കയറണം. അതിനു വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്തത് 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള ഒരു ചിഹ്നഗ്രഹമുണ്ട്. ആ ചിഹ്നഗ്രഹത്തിന്റെ പേരെന്താണ്? 2024 YR4 എന്നാണ് കേട്ടോ. അപ്പൊ അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരാണ്? ഐക്യരാഷ്ട്രസഭ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ജസ്റ്റ് നിങ്ങൾ അത് ഓർത്ത് വെച്ചാൽ മതി. 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള ഒരു ചിഹ്നഗ്രഹമാണ് ഏത്? 2024 YR4 എന്ന് പറയുന്നത്. എന്താണ് 2024 YR4? എന്താണ്? ഒരു ചിഹ്നഗ്രഹമാണ് അല്ലെ. അത് 2032 ആകുമ്പോഴേക്കും ഭൂമിയിലൊക്കെ പതിക്കാനുള്ള അല്ലെങ്കിൽ പതിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ആ പേരൊന്ന് മാത്രം എന്ത് ചെയ്താൽ മതി? ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. മധ്യപ്രദേശിലെ രേവയില് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നു അല്ലെ. അപ്പൊ ചോദിക്കും, ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം അല്ലെ. വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളക്കടുവ അല്ലെ. അപ്പൊ വെള്ളക്കടുവകളുടെ ബ്രീഡിംഗ് കേന്ദ്രം എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? മധ്യപ്രദേശിലെ രേവയിലാണ്. പഠിച്ചു വെച്ചേക്കണം, ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പൊ മധ്യപ്രദേശിലെ രേവയില് എന്താണ് വരുന്നത്? എന്താണ്? ഇന്ത്യയിൽ തന്നെ അല്ലെ. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രമാണ്. എന്താണ്? വൈറ്റ് ടൈഗറിന്റെ ബ്രീഡിംഗ് കേന്ദ്രമാണ് വരുന്നത്. എവിടെ? മധ്യപ്രദേശിലെ രേവയിൽ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ഒരു പേരുമാറ്റമാണ് അല്ലെ. പേരുമാറ്റം. എന്താണ് പേര് മാറ്റിയത്? ഫോർട്ട് വില്യം എന്നതിന്റെ പേര് വിജയ് ദുർഗ് ആക്കി മാറ്റി അല്ലെ. അപ്പൊ എന്താണ് ഫോർട്ട് വില്യം എന്നതിനെ കുറിച്ചിട്ട് അറിയണം. എന്താണ്? കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പേര് എന്താക്കി മാറ്റി? വിജയ് ദുർഗ് ആക്കി മാറ്റി. അപ്പം കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനമായിട്ടുള്ള ഫോർട്ട് വില്യം എന്നായിരുന്നു മുമ്പത്തെ പേര്. അതെന്താക്കി മാറ്റി? വിജയ് ദുർഗ് എന്നാക്കി മാറ്റി. അപ്പൊ പുതിയ പേരാണ് എന്ത്? വിജയ് ദുർഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ആദ്യം എന്തായിരുന്നു? ഫോർട്ട് വില്യം അല്ലെ. ഫോർട്ട് വില്യം പണ്ടത്തെ വാക്കുകളല്ലേ ഫോർട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഫോർട്ട് വില്യം എന്നായിരുന്നു പഴയ വാക്ക്. അത് എന്താക്കി മാറ്റി? പുതിയ പേരിൽ എന്താ അറിയപ്പെടുന്നത്? വിജയ് ദുർഗ് എന്നാക്കി അല്ലെ. അപ്പൊ വിജയ് ദുർഗ് എന്തിന്റെ പേരാണ്? കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനമാണ് ഇപ്പൊ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വിജയ് ദുർഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു നിയമമാണ്. എന്താണ് ആ നിയമം? ഓവർസീസ് മൊബിലിറ്റി എന്നാണ്. ഓർത്തു വെച്ചേക്ക, എന്താണ് ഓവർസീസ് മൊബിലിറ്റി? എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ഒരു നിയമം? അതായത് നമ്മുടെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ നിയമമാണ് ഇത് ഓവർസീസ് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഓവർസീസ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു നിയമമാണ്, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ്. ആർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്? വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരല്ലേ. നമ്മുടെ ഇന്ത്യക്കാര് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ ആ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് ഇത് ഓവർസീസ് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്ക, ഓവർസീസ് മൊബിലിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഓവർസീസ് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചില്ലേ? ഇനി അടുത്തത് ഒരു സംഘടനയാണ് ഇബ്ക എന്ന് പറയും അല്ലെ. എന്താണ് ഇബ്ക? എന്താണ്? പഠിച്ചു വെച്ചേക്ക, ഇബ്ക. ഓക്കെ, ഇബ്ക എന്താണ്? ഇബ്ക എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ആണ്. എന്താണ് ഇബ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് ഇബ്ക എന്ന് പറയുന്നത്. അപ്പൊ ഇബ്കയുടെ ഫുൾ നെയിം കൂടി ഓർത്ത് വെക്കുക. ഇബ്ക എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ആണ്. ഓർത്ത് വെച്ചേക്ക, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്.
എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഏത്? ഇബ്ക എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചു വെച്ചേക്ക. ഇബ്ക എന്തുമായി ബന്ധപ്പെട്ടതാന്ന് ചോദിച്ചാൽ എന്തുമായി ബന്ധപ്പെട്ടതാ? വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന സംഘടന. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ ഗെയിംസിനെ കുറിച്ചിട്ടാണ്. അതായത് 38ാമത് ദേശീയ ഗെയിംസ് ആരാ ചാമ്പ്യന്മാരായത്? നമ്മുടെ സർവീസസ് ആണ് അല്ലെ. സർവീസസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് സംഘടനയാണ്. അപ്പൊ അതാണ് എന്ത് നേടിയത്? 38ാമത് ദേശീയ ഗെയിംസ് 2025 നടന്നതാണ്. അപ്പൊ 38ാമത് ദേശീയ ഗെയിംസ് ചാമ്പ്യന്മാരായത് ആരാണ്? സർവീസസ് ആണ് അല്ലെ. ഇനി നമ്മുടെ എവിടെ വെച്ചിട്ടാണ് വേദി എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഇത് ചോദിക്കുന്നതാണ്. ഉത്തരാഖണ്ഡ് ആണ് ദേശീയ ഗെയിംസിന്റെ വേദി, അല്ലെങ്കിൽ 38ാമത് ദേശീയ ഗെയിംസ് അല്ലെങ്കിൽ 2025 ദേശീയ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ആണ്. അതുപോലെ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 14ാം സ്ഥാനമാണ്. എത്രയാണ്? 14ാം സ്ഥാനമാണ്. നമുക്ക് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട് എന്ത് ചെയ്യണം? പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നാഷണൽ ഗെയിംസ് അല്ലെ, ദേശീയ ഗെയിംസ് 2025 എന്ന് പറയുമ്പോൾ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചു ഉത്തരാഖണ്ഡ് ആണ് നാഷണൽ ഗെയിംസിന്റെ വേദി. ചാമ്പ്യന്മാരായത് ആരാണ്? സർവീസസ് ആണ് അല്ലെ. ചാമ്പ്യന്മാരായത് സർവീസസ് ആണ്. അവർക്ക് 121 മെഡലോളാണ് കിട്ടിയിട്ടുള്ളത്. എത്രയാണ്? 121 മെഡൽ. പഠിച്ചു വെച്ചേക്കണം. സർവീസസിന് എത്ര മെഡലാ കിട്ടിയത്? 121 മെഡൽ ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് അവർ ചാമ്പ്യന്മാരാകുന്നത്. ഇനി നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് അല്ലെ, കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 14ാം സ്ഥാനമാണ് അല്ലെ. കേരളത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് ചോദിച്ചാൽ എത്രയാണ്? 14ാം സ്ഥാനമാണ് അല്ലെ. നമുക്ക് ഓർക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 14 ജില്ലയുണ്ട്. അപ്പൊ 14ാം സ്ഥാനമാണ് കേരളത്തിന്. അതുപോലെ നമുക്ക് എത്ര മെഡൽ കിട്ടി എന്ന് ചോദിച്ചാൽ 54 മെഡലാണ് കിട്ടിയത് കേട്ടോ. അപ്പൊ 14ാം സ്ഥാനം 54 മെഡൽ അല്ലെ. 14ാം സ്ഥാനം 54 മെഡൽ. അതിലൊരു 13 മെഡൽ എന്ന് പറയുന്നത് ഗോൾഡിൽ വരുന്നതാണ്. അപ്പൊ അതും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. 13 എന്ന് പറയുന്നത് 13 എണ്ണം എന്താണ്? ഗോൾഡ് മെഡൽ ആണെന്ന് ഓർത്ത് വെക്കാം. മൊത്തം നമുക്ക് 54 മെഡൽ നാഷണൽ ഗെയിംസിൽ കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ നമുക്ക് 14ാം സ്ഥാനമാണ് കിട്ടിയത്. ആ 54 മെഡലിൽ 13 എണ്ണം എന്താ? ഗോൾഡ് ആണ്. ഇനി ചാമ്പ്യന്മാരായിട്ടുള്ള സർവീസസിന് എത്ര മെഡൽ കിട്ടി? 121 അല്ലെ. പഠിക്കാൻ പറ്റിയ നല്ലൊരു കോഡാണ് 121 അല്ലെങ്കിൽ 121 മെഡലാണ് കിട്ടിയത്. ഇനി എവിടെ വെച്ചിട്ടായിരുന്നു ഇതിന്റെ വേദി? നാഷണൽ ഗെയിംസിന്റെ ഉത്തരാഖണ്ഡ് ആണ് അല്ലെ. ഉത്തരാഖണ്ഡ് ആണ്. ഇത്രയും കാര്യം എന്ത് ചെയ്യുക? നാഷണൽ ഗെയിംസുമായി പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി അടുത്തത് തദ്ദേശ പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. തദ്ദേശ പുരസ്കാരങ്ങളാണ്. ഈ തദ്ദേശ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് 2024 ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് ഏത് ജില്ലയാണ്? കൊല്ലമാണ് അല്ലെ. അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തദ്ദേശ പുരസ്കാരങ്ങളിൽ ഏറ്റവും അല്ലെങ്കിൽ കേരളത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് ഏത് ജില്ലാ പഞ്ചായത്തിനെയാണ്? കൊല്ലം അല്ലെ. വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കുന്നതാണ്. അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലമാണ്. ഓക്കെ, നമുക്കറിയില്ലേ കൊല്ലത്തിന് എന്തോ ഒരു പദവിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നിയമ സാക്ഷരതാ ജില്ലയാണ് അല്ലെ. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് നിയമ സാക്ഷരതാ ജില്ലയാണ് ഇത് കൊല്ലം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ കൊല്ലത്തിന് നല്ലൊരു മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് എന്ത് കിട്ടി? ഒരു പുരസ്കാരമൊക്കെ കിട്ടിയെന്നൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലമാണ്. ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചാലോ അല്ലെ. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതായതുകൊണ്ട് ഇത് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പൊ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ്. ഓർത്ത് വെച്ചേക്കുക. മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓർക്കാൻ എളുപ്പമാണ് അല്ലെ. ബ്ലോക്ക് അല്ലെ, എന്തെങ്കിലും അടഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കായി എന്ന് പറയില്ലേ. പെരുമ്പടപ്പ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പെരുമ്പടപ്പ് അടഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായി? അങ്ങനെ ബ്ലോക്കായി. അങ്ങനെ ഓർത്ത് വെക്കാം. ഇനി മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് ഏതാണ്? വെളിയന്നൂരാണ്. കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മികച്ച കോർപ്പറേഷൻ ആണെങ്കിലോ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപാട് പുരസ്കാരം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാം. മികച്ച കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. മികച്ച നഗരസഭ ചോദിച്ചാൽ അത് ഗുരുവായൂരാണ് കേട്ടോ. അതും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമം, ബ്ലോക്ക് അതൊക്കെയാണ് ചോദിക്കാൻ സാധ്യത കൂടിയത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. തദ്ദേശ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് കൊല്ലത്തെയാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് അല്ലെ, എവിടെയാണ് ബ്ലോക്ക് ആയത്? പെരുമ്പടപ്പാണ് അല്ലെ. അടഞ്ഞു കിടക്കല്ലേ. അപ്പൊ പെരുമ്പടപ്പാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ വെളിയന്നൂരാണ്. കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരവും. മികച്ച നഗരസഭ എന്ന് പറയുന്നത് ഗുരുവായൂരാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് പുരസ്കാരങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, കലാനിധി അക്ഷരരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
PV ചന്ദ്രനാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കലാനിധി അക്ഷര രത്നം പുരസ്കാരം ലഭിച്ചത് PV ചന്ദ്രനാണ്. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? ഒരു ചാമ്പ്യൻഷിപ്പ് ആണ്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ആരാ ജേതാവായത് എന്ന് ചോദിച്ചാൽ പങ്കജ് അദ്വാനിയ. ഓർത്ത് വെച്ചേക്കണം, ചോദിക്കാം. അപ്പൊ ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ആരാണ് ജേതാവായത്? പങ്കജ് അദ്വാനിയാണ്. ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവായത് ആരാണ്? പങ്കജ് അദ്വാനിയാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ പത്മകീർത്തി പുരസ്കാരം അത് ഡോക്ടർ നാരായണനാണ് കേട്ടോ. ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ നാരായണനാണ് പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത്. അല്ലെ, പ്രഥമ ആദ്യമായിട്ട് കൊടുക്കുന്നതാണ്, അതുകൊണ്ടൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ പ്രഥമ പത്മകീർത്തി പുരസ്കാരം ആർക്കാ ലഭിച്ചത്? ഡോക്ടർ നാരായണന്. അതുപോലെ മറ്റൊരു പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. അല്ലെ, ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KP ശങ്കരനാണ്. ഓർത്തു വെച്ചേക്ക, KP ശങ്കരനാണ് എന്ത് കിട്ടിയത്? ജ്ഞാനപ്പാന പുരസ്കാരം. ആർക്കാണ് ലഭിച്ചത്? ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കരനാണ്. അല്ലെ, എന്നാൽ പത്മകീർത്തി പുരസ്കാരം ആണെങ്കിലോ അത് നാരായണനാണ്. അല്ലെ, പത്മകീർത്തി നാരായണനാണ്. ജ്ഞാനപ്പാന ആർക്കാ ചോദിച്ചാൽ KP ശങ്കരനാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? അക്ഷരരത്ന പുരസ്കാരം. അല്ലെ, അത് ആർക്കാണ്? ചന്ദ്രനാണ്. അല്ലെ, PV ചന്ദ്രനാണ് അക്ഷരരത്ന പുരസ്കാരം ലഭിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞത് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ആരാണ് നേടിയത്? അത് പങ്കജ് അദ്വാനിയാണ്. ഓക്കെ, ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ആരെയാണ് നിയമിച്ചത്? വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാൻ സാധ്യത ഏറിയതാണ്. ഏതാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്? ഇപ്പൊ നിലവിൽ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. പഠിച്ചു വെച്ചേക്ക, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? ഗ്യാനേഷ് കുമാർ. ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ് നിലവില് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തു വെച്ചേക്കണം. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടത്, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി ആർക്കാ ലഭിച്ചത് എന്ന് ചോദിച്ചാൽ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിനാണ് കേട്ടോ. ഇതും ഓർത്തു വെക്കുക, മാറിപ്പോകരുത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന മറ്റൊരു ട്രോഫിയാണ് ഇത് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. മറ്റൊരു പുരസ്കാരം അല്ലെ, അതാണ് സ്വരാജ് ട്രോഫി. അതായത് മികച്ച ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുന്നതാണ്. അപ്പൊ ഈ സ്വരാജ് ട്രോഫി ലഭിച്ച മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് ഏതാണ്? പുല്ലമ്പാറയാണ്. ഓക്കെ, ഏതാണ്? പുല്ലമ്പാറ. അപ്പൊ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിനാണ് എന്ത് ലഭിക്കുന്നത്? സ്വരാജ് ട്രോഫി ലഭിക്കുന്നത്. ഓർത്തു വെച്ചേക്ക, സ്വരാജ് ട്രോഫി ലഭിക്കുന്ന മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ്. ഓക്കെ, ഇനി അടുത്തത് കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രാം സ്ഥാനമാണ്? 96-ാം സ്ഥാനമാണ് കേട്ടോ. ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. എന്താണ്? കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്, അതായത് അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയതിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 96-ാമത്തെ സ്ഥാനമാണ്. അല്ലെ, ഇന്ത്യക്ക് 96-ാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ഡെൻമാർക്ക് ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്ക, ഈ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഫസ്റ്റ് നിൽക്കുന്നത് ആരാണ് ചോദിച്ചാൽ ഡെൻമാർക്ക് ആണ്. നമ്മുടെ ഇന്ത്യക്ക് 96-ാം സ്ഥാനമാണ്. അല്ലെ, അപ്പൊ കറക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അല്ലെ, 9-നെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ 6 എന്ന് ആലോചിച്ചാൽ മതി. അല്ലെ, 9 തിരിച്ചിട്ട് 6 അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ 96, അല്ലെ, 9-ന് തല തിരിച്ചിടുമ്പോഴല്ലേ അത് കറക്റ്റ് ചെയ്യുന്നതല്ലേ ഇങ്ങനെ ഈ രീതിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 96. ഒന്നാം സ്ഥാനം ആർക്കാണ്? ഡെൻമാർക്കിനാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് കേരള എന്ന ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ കൊച്ചിയാണ്. ഓക്കെ, എവിടെയാണ്? ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി എവിടെ വെച്ചിട്ടാണ് നടന്നത്? കൊച്ചിയിൽ വെച്ചിട്ടാണ്. അല്ലെ, അപ്പൊ കൊച്ചിയിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത്? ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി. ചോദിക്കാൻ സാധ്യത ഏറിയതാണ്. ഓക്കെ, ഒരു ആഗോള നിക്ഷേപ ഉച്ചകോടി ആയതുകൊണ്ട് തന്നെ, അതും കൊച്ചിയിൽ വെച്ച് നടന്നത് കൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി എവിടെയാണ്? കൊച്ചിയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇത്രയും എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവിഷനിൽ വരാം. അപ്പൊ ആദ്യം പറഞ്ഞതില്ലേ നമ്മുടെ AI ഉച്ചകോടിയാണ്. എവിടെ വെച്ചിട്ടായിരുന്നു? പാരീസിൽ വെച്ചിട്ടാണ്. അല്ലെ, AI ഉച്ചകോടി പാരീസിലാണ്. ഇനി അടുത്തത് എവിടെയാ വരാൻ പോകുന്നത്? നമ്മുടെ ഇന്ത്യയിലാണ്. പിന്നെ നമ്മളൊരു പുരസ്കാരം പറഞ്ഞു, ഏതാണത്? നിശാഗന്ധി പുരസ്കാരമാണ്. ആർക്കാ ലഭിച്ചത്? രാജേന്ദ്രൻ. അല്ലെ, പണ്ഡിറ്റ് രാജേന്ദ്രൻ ഗംഗാനിക്കാണ് നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത്. പിന്നെ പറഞ്ഞത് നമ്മുടെ സ്വാതി അയ്യപ്പ പണിക്കർ പുരസ്കാരം ആർക്കായിരുന്നു? K ജയകുമാറിനാണ്. അല്ലെ, സ്വാതി അയ്യപ്പ പണിക്കർ പുരസ്കാരം K ജയകുമാറിനാണ്. പിന്നെ 2032 പതിക്കാനിടയാകുന്ന ഒരു ചിഹ്നഗ്രഹത്തെ പറഞ്ഞു. അല്ലെ, ഏതാണത്? 2024 YR4. അല്ലെ, അത് ഓർത്ത് വെച്ചേക്ക. 2024 YR4 എന്നാണ് ആ ചിഹ്നഗ്രഹത്തിന്റെ പേര്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം എവിടെയാ വരുന്നത്?
മധ്യപ്രദേശിലെ രേവയിലാണ് വരാൻ പോകുന്നത്. ഇനി ഫോർട്ട് വില്യത്തിന്റെ പുതിയ പേരെന്താണ്? ഫോർട്ട് വില്യം എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കണം, അത് കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമാണ്. അതിന്റെ പഴയ പേര് ഫോർട്ട് വില്യം എന്നായിരുന്നു. ഇനി പുതിയ പേര് എന്താ വരാൻ പോകുന്നത്? വിജയ് ദുർഗ് എന്ന പേരിലേക്കാണ് മാറാൻ പോകുന്നത്. ഇനി അടുത്തൊരു നിയമത്തെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു ആ നിയമം? ഓവർസീസ് മൊബിലിറ്റി ആണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് ഇത് ഓവർസീസ് മൊബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു സംഘടനയെ പറ്റി പറഞ്ഞു. ഏതാണത്? ഇബ്ക എന്നറിയപ്പെടുന്നത്. ഇബ്ക എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് ആണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വന്യജീവികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അതായത് വംശനാശം ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇബ്ക എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ദേശീയ ഗെയിംസിനെ കുറിച്ച് പറഞ്ഞു. എവിടെ വെച്ചിട്ടാണ് 38ാമത് ദേശീയ ഗെയിംസ് നടന്നത്? എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡ് ആണ്. ആരാണ് അതിൽ ചാമ്പ്യന്മാരായത്? നമ്മുടെ സർവീസസ് ആണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയായിരുന്നു? 14 ഓക്കെ, അതൊക്കെ എന്താ അറിഞ്ഞിരിക്കാം. പിന്നെ ഉത്തരാഖണ്ഡ് ആയിരുന്നു വേദി എന്നും പറഞ്ഞു. അതുപോലെ സർവീസസിന് എത്ര മെഡലാണ് കിട്ടിയത്? 121 ഓർത്ത് വെച്ചേക്കണം, 121. കേരളത്തിനാണെങ്കിലോ എത്ര മെഡലാ? 54 മെഡല് 14ാം സ്ഥാനം, 54 മെഡല്. അങ്ങനെ തന്നെ ഓർത്ത് വെക്കാം. ഇനി അടുത്ത് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു? പത്മകീർത്തി പുരസ്കാരം ആർക്കായിരുന്നു? നാരായണനാണ്. അതുപോലെ ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കരനായിരുന്നു. സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ആർക്കാ കിട്ടിയത്? പങ്കജ് അദ്വാനിക്കാണ്. അക്ഷരരത്ന പുരസ്കാരം ആണെങ്കിലോ ആർക്കാണ്? PV ചന്ദ്രനാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് തദ്ദേശ പുരസ്കാരങ്ങളാണ്. അതിലെ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. ബ്ലോക്ക് ആണെങ്കിലോ പെരുമ്പടപ്പ്. അതുപോലെ ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ വെളിയന്നൂരാണ്. കോർപ്പറേഷൻ ആണെങ്കിലോ തിരുവനന്തപുരവും. നഗരസഭ ഗുരുവായൂരാണ്. ഓക്കെ, പിന്നെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രാം സ്ഥാനമാണ്? 96ാം സ്ഥാനമാണ്. ഫസ്റ്റ് ആർക്കാണ്? ഡെൻമാർക്കിനാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ സ്വരാജ് ട്രോഫി ലഭിച്ച ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് ഏതാണ്? പുല്ലമ്പാറയാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക, പുല്ലമ്പാറയാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിക്കുന്ന ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? കൊച്ചിയാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ, ഏതാണ്? രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനറ്റ്സ് ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. എന്താണ് ക്വസ്റ്റ്യന്? രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം സ്കൂബ ഡൈവിംഗ് സംഘം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഗാനറ്റ്സ് ആണ് കേട്ടോ. ആ ഒരു ടീമാണ് ഗാനറ്റ്സ് ആണ് എന്താ നിലവിൽ രാജ്യത്തെ തന്നെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് ആ ഡൈവിംഗ് സംഘം? ഗാനറ്റ്സ്. ഓക്കെ, പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്തത് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കട്ടോ. എന്താണ്? ഏകദിന ക്രിക്കറ്റില് വേഗത്തില് 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് ആർക്കാ ലഭിച്ചത്? നമ്മുടെ ഇന്ത്യയുടെ വിരാട് കോഹ്ലിക്കാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണമെങ്കിൽ ചോദിക്കാം. എന്താണ്? ഏകദിന ക്രിക്കറ്റില് വേഗത്തില് ഒരു 14,000 റൺസ് തികയ്ക്കുന്ന താരം എന്ന റെക്കോർഡാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ വിരാട് കോഹ്ലിക്ക് ഉള്ളത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് സമുദ്രയാൻ. ഗഗൻയാൻ ഒക്കെ പറയുന്ന പോലെ സമുദ്രയാൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? സമുദ്രയാൻ എന്ന് പറയുമ്പോൾ തന്നെ സമുദ്രവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി ചോദിച്ചാൽ അത് ഏതാണ്? സമുദ്രയാനാണ്. ഓക്കെ, അപ്പൊ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ സമുദ്രയാൻ എന്ന് പറയുമ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ആരെ കൊണ്ടുപോവുക? മനുഷ്യനെ കൊണ്ടുപോവുക. അങ്ങനെ മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി ചോദിച്ചാൽ അത് ഏതാണ്? സമുദ്രയാനാണ്. ഓർത്തു വെച്ചേക്കണം, ഏതാണ്? സമുദ്രയാനാണ്. ചോദിക്കാം. ഇനി അടുത്തത് N രാമചന്ദ്രൻ പുരസ്കാരം ആർക്കാ ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഷബാന ആസ്മിക്കാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അങ്ങനെ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ഉള്ളതൊന്നല്ല, എന്നാലും ഒന്ന് ആ പേരൊന്ന് ഓർത്ത് വെക്കാം. എന്തായിരുന്നു? N രാമചന്ദ്രൻ പുരസ്കാരം ആർക്കാണ്? ഷബാന ആസ്മിക്കാണ്. ഇനി അടുത്തത് ഡൽഹിയുടെ നിലവിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? രേഖ ഗുപ്തയാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്ക, ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. നമ്മുടെ ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് ആര്? രേഖ ഗുപ്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് ഇപ്പൊ നിലവിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? രേഖ ഗുപ്തയാണ്. ഓർത്തു വെച്ചേക്ക, രേഖ ഗുപ്ത ആരാണ്? ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് ആര്? രേഖ ഗുപ്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട അവാർഡായിട്ടുള്ള
ഓസ്കാർ അവാർഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഓസ്കാർ അവാർഡ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക്. അപ്പോൾ നമ്മുടെ 2025 97ാമത് ഓസ്കാർ അവാർഡാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 2025 എത്രാമത്തെയായിരുന്നു? 97ാമത് ഓസ്കാർ അവാർഡ്. അതും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. കാരണം ചിലപ്പോൾ 2025 എന്നൊന്നും ചോദിക്കണമെന്നില്ല. 96ാമത്തേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മുന്നത്തെയാണ് അല്ലേ. അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പം കൊടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? 97 ഓർത്ത് വെച്ചേക്കണം. 97 നിലവിൽ കൊടുത്തിട്ടുള്ള ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കാതെ 97ാമത് ഓസ്കാറിലെ മികച്ച ചിത്രം എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ 96 എന്നൊക്കെ ചോദിച്ചാൽ രണ്ടും മാറിപ്പോകരുത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ കൊടുത്തത് 2025 കൊടുത്തത് എന്ന് ചോദിച്ചാൽ അത് 97. ഇനി നമുക്ക് പഠിക്കണം ഓരോന്നായിട്ട്. ഈ 97ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? മികച്ച ചിത്രം ഏതാണ്? അനോറയാണ് അല്ലെ. ഏതാണ് മികച്ച ചിത്രം? അനോറ. ഓർത്ത് വെച്ചേക്ക. മികച്ച ചിത്രം ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? അനോറയാണ്. ഇനി സംവിധായകൻ, മികച്ച സംവിധായകൻ അല്ലെങ്കിൽ 97ാമത് ഓസ്കാർ അവാർഡില് മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? ഷോൺ ബേക്കർ ആണ് അല്ലെ. നമ്മുടെ അനോറയുടെ സംവിധായകൻ കൂടിയാണ് ആര്? നമ്മുടെ ഷോൺ ബേക്കർ എന്ന് പറയുന്നത്. ആ സിനിമയുടെ സംവിധാനത്തിനും കൂടിയാണ് എന്ത് കിട്ടുന്നത്? മികച്ച സംവിധായകൻ എന്നൊരു പദവിയും കൂടി അദ്ദേഹത്തിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്ക. മികച്ച ചിത്രം എന്ന് ചോദിച്ചാൽ അനോറയാണ്. മികച്ച സംവിധായകൻ എന്ന് ചോദിച്ചാൽ അതെന്താണ്? ഷോൺ ബേക്കർ ആണ്. ഓർത്ത് വെച്ചേക്ക. ഷോൺ ബേക്കർ എന്തിന്റെ സംവിധായകനാണ്? അനോറ എന്ന സിനിമയുടെ സംവിധായകനാണ്. അപ്പം ആ സിനിമയ്ക്കാണ് മികച്ച ചിത്രത്തിന്റെ അവാർഡും കിട്ടുന്നത്. അതിന്റെ സംവിധായകനായിട്ടുള്ള ഷോൺ ബേക്കർക്കാണ് മികച്ച സംവിധായകൻ എന്നൊരു അവാർഡും കിട്ടുന്നത്. ഇനി നമുക്ക് നടനും നടിയും വേണം അല്ലെ. ചിത്രം അനോറയാണ്, സംവിധായകൻ ഷോൺ ബേക്കർ ആണ്. നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രിയൻ ബ്രോഡി ആണ് കേട്ടോ. ആരാണ് മികച്ച നടൻ? ആരാണ്? അഡ്രിയൻ ബ്രോഡി. ഏതാണ് ആ സിനിമ അല്ലെങ്കിൽ ഏത് സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. ഓർത്ത് വെച്ചേക്ക. ദി ബ്രൂട്ടലിസ്റ്റ് അല്ലെ. ഒരു പേരൊക്കെ ഏകദേശം ഒരുപോലെ തോന്നും. അഡ്രിയൻ ബ്രോഡി, ബ്രൂട്ടലിസ്റ്റ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ബ്രൂട്ടലിസ്റ്റ്, ബ്രോഡി. ഓക്കെ, അപ്പം നടൻ, മികച്ച നടൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അഡ്രിയൻ ബ്രോഡി ആണ്. ഏതാണ് ആ സിനിമ? ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. ഇനി മികച്ച നടി എന്ന് പറയുന്നത് മൈക്കി മാഡിസൺ ആണ് കേട്ടോ. മൈക്കി മാഡിസൺ. ഓർത്ത് വെച്ചേക്ക. മൈക്കി മാഡിസൺ. എന്താ പിക്ചറിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? മൈക്കൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ ഈ ഒരു പിക്ചർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ മൈക്കൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ്. ആരാണ്? മൈക്കി മാഡിസൺ. ആരാണ്? മികച്ച നടിയാണ്. ഈ ഒരു മികച്ച ചിത്രമായിട്ടുള്ള അനോറയിലെ നടിയാണ് ആര്? മൈക്കി മാഡിസൺ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഈ 4 വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഇത് തന്നെയാണ്. എന്തൊക്കെയാണ്? മികച്ച ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? അനോറയാണ്. മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് ആരാണ്? അനോറയുടെ സംവിധായകൻ ആരാണ്? ഷോൺ ബേക്കർ ആണ് അല്ലെ. അതുപോലെ മികച്ച നടനാണെങ്കിൽ അഡ്രിയൻ ബ്രോഡി. ഏതാണ് ആ പടം? ബ്രൂട്ടലിസ്റ്റ് ആണ്. നടിയാണെങ്കിൽ ആരാണല്ലേ? മൈക്കൊക്കെ വെച്ചിട്ട് മൈക്കി മാഡിസൺ ആണ്. അനോറ എന്ന സിനിമയിലെ നടി കൂടിയാണ് ആര്? നമ്മുടെ മൈക്കി മാഡിസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഈ ഓസ്കാറിലെ വിദേശ ഭാഷാ ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ എന്നതാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്ക. ഏതാണ്? വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? മികച്ച വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നത് ഐ ആം സ്റ്റിൽ ഹിയർ അല്ലെ. ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ്. എവിടെയാണ്? വിദേശത്താണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ അല്ലെ. ഐ ആം സ്റ്റിൽ ഹിയർ അല്ലെ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോഴും ആ വിദേശത്ത് തന്നെയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്കത് കിട്ടും. ഇനി അടുത്തത് മികച്ച ആനിമേഷൻ ചിത്രമാണ്. അതും ചോദിക്കാറുള്ളതാണ്. മികച്ച ആനിമേഷൻ ചിത്രം എന്ന് പറയുന്നത് ഫ്ലോ ആണ് കേട്ടോ. അപ്പൊ മികച്ച ആനിമേഷൻ ചിത്രം ചോദിച്ചാൽ അതേതാണ്? ഫ്ലോ ആണ്. അതുപോലെ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാന്ന് ചോദിച്ചാൽ ഇൻ ദി ഷാഡോ ഓഫ് സൈപ്രസ് ആണ്. ഏതാണ്? ഇൻ ദി ഷാഡോ ഓഫ് സൈപ്രസ് ആണ് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ചോദിച്ചാൽ അത് ഇൻ ദി ഷാഡോ ഓഫ് സൈപ്രസ് ആണ്. എന്നാൽ മികച്ച ആനിമേഷൻ എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മികച്ച ആനിമേഷൻ ചിത്രം എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഫ്ലോ ആണ് അല്ലെ. ഒറ്റ പേരിൽ മാത്രമുള്ളത്. അതായത് മികച്ച ആനിമേഷൻ ചിത്രം എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഫ്ലോ എന്ന സിനിമയാണ്. എന്നാൽ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഇൻ ദി ഷാഡോ ഓഫ് സൈപ്രസ് ആണ്. ഏതാണ്? ഇൻ ദി ഷാഡോ ഓഫ് സൈപ്രസ് ആണ്. ഇനി മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര. ഇതും ഈ ഡോക്യുമെന്ററിയും ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പം മികച്ച
ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര. എന്താണ്? ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, ഒരു ഓർക്കസ്ട്ര ഒക്കെ വായിക്കുന്ന ഗേളിലെ, ഓർക്കസ്ട്ര ഒക്കെ വായിക്കുന്ന ഒരു ഗേളിനെ ഇങ്ങനെ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരാം. അതിന്റെ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു എന്ന് ആലോചിച്ചാൽ മതി അല്ലേ? ഒരു ഷോർട്ട് ഡോക്യുമെന്ററി ആയിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുത്തത് ഏതായിരുന്നു? ഷോർട്ട് ഫിലിം എന്നല്ല, ഒരു ഡോക്യുമെന്ററി അല്ലേ? എന്തിന്റെ ഡോക്യുമെന്ററിയാണ്? ഒരു ഓർക്കസ്ട്ര ഒക്കെ വായിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം കൊണ്ടുവരാം, അതിന്റെ ഒരു ഡോക്യുമെന്ററിയാണ് ഷോർട്ട് ഫിലിം ആയിട്ട് എടുത്തതെന്ന് ആലോചിച്ചാൽ മതി. ഇനി അടുത്തത് മികച്ച ഹ്രസ്വ ചിത്രമാണ്. ഏതാണ് മികച്ച ഹ്രസ്വ ചിത്രത്തിൽ വരുന്നത്? ഐ ആം നോട്ട് എ റോബോട്ട് ആണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെക്കുക. മികച്ച ഹ്രസ്വ ചിത്രം എന്ന് പറയുന്നത് ഐ ആം നോട്ട് എ റോബോട്ട് അല്ലേ? റോബോട്ട് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഹ്രസ്വം അല്ലെങ്കിൽ ഹ്രസ്വം എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതാണ് അല്ലേ? കാണുമ്പോൾ ചെറുതാന്ന് തോന്നും, പക്ഷെ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. മികച്ച ഹ്രസ്വ ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? ഐ ആം നോട്ട് എ റോബോട്ട്. ഏതാണ്? ഐ ആം നോട്ട് എ റോബോട്ട് ആണ്. അപ്പോൾ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഏതാണ് അല്ലെ? ഡോക്യുമെന്ററി ആരെയാണ് ഡോക്യുമെന്ററി എടുത്തത്? ഓർക്കസ്ട്ര വായിക്കുന്ന ഗേളാന്ന് ആലോചിച്ചാൽ മതി. ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര. ഇനി പറഞ്ഞത് ഏതാണ്? ആനിമേഷൻ അല്ലേ? ആനിമേഷൻ ചിത്രം എന്ന് മാത്രമാണെങ്കിൽ ഫ്ലോ ആണ്. എന്നാൽ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ചോദിച്ചാൽ ഏതാണ്? ഇൻ ദി ഷാഡോ ഓഫ് സൈപ്രസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓസ്കാറുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കണം. വിദേശ ഭാഷാ ചിത്രം ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ഐ ആം സ്റ്റിൽ ഹിയർ അല്ലേ? നമ്മൾ ഇപ്പോഴും വിദേശത്താണെന്ന് അങ്ങനെ ആലോചിച്ചാൽ മതി. ഏതാണ് വിദേശ ഭാഷാ ചിത്രം? ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? അനോറയാണ്. അതിന്റെ സംവിധായകൻ ആരാണ്? ഷോൺ ബേക്കർ ആണ്. അയാൾക്ക് തന്നെയാണ് മികച്ച സംവിധായകനുള്ള അവാർഡും കിട്ടുന്നത്. നടൻ എന്ന് പറയുന്നത് അഡ്രിയൻ ബ്രോഡിയും നടി ആരാണ്? മൈക്കി മാഡിസൺ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഓസ്കാറുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ചിലപ്പം ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്, നമ്മുടെ 2024 ഓസ്കാർ കൂടി എന്ത് ചെയ്യണം? ചിലപ്പം ചോദിച്ചേക്കാം. ഓക്കെ, 2024 ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം പഠിച്ചാൽ മതി. അതായത് 96ാമത്തെ ഓസ്കാറിലെ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അവിടെ അന്ന് 2024 അല്ലെങ്കിൽ 96ാമത് ഓസ്കാറിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് ഓപ്പൺ ഹെയ്മർ ആണ് കേട്ടോ. ഏതായിരുന്നു? ഓപ്പൺ ഹെയ്മർ. ഒരുപാട് അവാർഡ് വാങ്ങിയിട്ടുള്ള സിനിമ കൂടിയായിരുന്നു ഇത് ഓപ്പൺ ഹെയ്മർ എന്ന് പറയുന്നത്. സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ, അതായത് നമ്മുടെ ഈ ഓപ്പൺ ഹൈമറിന്റെ സംവിധായകനാണ് ആര്? ക്രിസ്റ്റഫർ നോളൻ. അദ്ദേഹത്തിന് തന്നെയാണ് അന്നത്തെ മികച്ച സംവിധായകനുള്ള ഈ ഓസ്കാറിലെ അവാർഡും കൂടി കിട്ടുന്നത്. അപ്പൊ മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ ആണ്. മികച്ച സംവിധായകൻ എന്ന് പറയുന്നതും ഈ ഒരു ഓപ്പൺ ഹൈമറിന്റെ സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ ആണ് കിട്ടുന്നത്. ഇനി ആ ഒരു 2024 മികച്ച ഓസ്കാറിലെ മികച്ച നടൻ എന്ന് പറയുന്നത് കിലിയൻ മർഫിയാണ്. നമ്മുടെ ഓപ്പൺ ഹൈമറിലെ നടനാണ് ആര്? കിലിയൻ മർഫി എന്ന് പറയുന്നത്. നടിയാണെങ്കിൽ എമ്മ സ്റ്റോൺ ആണ് കേട്ടോ. എമ്മ സ്റ്റോൺ അഭിനയിച്ച പടം എന്ന് പറയുന്നത് പുവർ തിങ്സ് ആണ് കേട്ടോ. അപ്പൊ പുവർ തിങ്സിലെ അഭിനയത്തിനാണ് എമ്മ സ്റ്റോണിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടുന്നത്. നടനാരാണ്? കിലിയൻ മർഫിയാണ്. നടി എമ്മ സ്റ്റോൺ ആണ്. അതുപോലെ ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ചോദിച്ചാൽ 20 ഡേയ്സ് ഇൻ മാരിയോപോൾ ആണ് കേട്ടോ. അപ്പൊ ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതാന്ന് ചോദിച്ചാൽ 20 ഡേയ്സ് ഇൻ മാരിയോപോൾ ആണ്. അതുപോലെ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ചോദിച്ചാൽ ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് ആണ് കേട്ടോ. ഡോക്യുമെന്ററിയിൽ ഫീച്ചർ ഫിലിം ഉണ്ട്, ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഉണ്ട്. അപ്പൊ ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് 20 ഡേയ്സ് അല്ലെ? 20 ഡേയ്സ് ഇൻ മാരിയോപോൾ ആണ്. ഷോർട്ട് ഫിലിം ആണെങ്കിലോ ദി ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് ആണ്. ഓക്കെ, റിപ്പയർ ഷോപ്പ് ഒരു ചെറിയൊരു ഷോപ്പായെന്ന് ആലോചിച്ചാൽ മതി. ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഏതാണ്? ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് ആണ്. അതായത് 2024 കാര്യമാണ്. രണ്ടും കൂടി തമ്മിൽ പരസ്പരം മാറിപ്പോകരുത്. പലപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുക, 2025 ചോദിക്കുക. എന്നിരുന്നാലും ഇൻ കേസ് നമ്മുടെ മുന്നത്തെയും കൂടി ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടണം. ഓക്കെ, ഇനി ഈ ഒരു 2024 ഓസ്കാറിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എന്ന് പറയുന്നത് ഏത് സിനിമയായിരുന്നു എന്ന് ചോദിച്ചാൽ 2018 ആണ് കേട്ടോ. ഓക്കെ, അതും കൂടി ഓർത്ത് വെച്ചേക്കാം. 2024 ഓസ്കാറിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എന്ന് പറയുന്നത് ഏതായിരുന്നു ആ പടം? 2018 ആണ്. അപ്പൊ ഒന്നും കൂടി പറയാം. 2024 96ാമത് ഓസ്കാറിലെ മികച്ച ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്പൺ ഹെയ്മർ ആണ്. ഓപ്പൺ ഹെയ്മർ ആണ്. സംവിധായകൻ ചോദിച്ചാൽ ഈ ഓപ്പൺ ഹെയ്മറിന്റെ സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ ആണ്. മികച്ച നടനാണെങ്കിൽ കിലിയൻ മർഫി ആണ്. നടി ആരാണ്? എമ്മ സ്റ്റോൺ ആണ്. ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് ഏതാണ്? 20 ഡേയ്സ് ഇൻ മാരിയോപോൾ ആണ്. അതുപോലെ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഏതാണ്? ദി ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് ആണ് അല്ലെ? ഷോർട്ട് ഫിലിം ലാസ്റ്റ് റിപ്പയർ ഷോപ്പ്. ഓക്കെ, പിന്നെ നമ്മുടെ ഔദ്യോഗിക എൻട്രി എന്ന് പറയുന്നത് 2018 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ മാർച്ച് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇടത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഒരു മെമ്മറി റിവിഷൻ കൂടി കൊണ്ടുവരാം. അപ്പൊ ഇടത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് പഠിച്ച കാര്യമൊക്കെ സെറ്റ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഓരോന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലേക്ക് അതൊക്കെ വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈ ഒരു ഭാഗം സെറ്റാണ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഒന്നാമത്തേത് ഗ്യാനേഷ് കുമാറാണ്. ഓക്കെ, നമ്മളിപ്പോൾ അല്ലേ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ഗ്യാനേഷ് കുമാറിനെ പറ്റി പറഞ്ഞു അല്ലേ. ആരാണ് ഗ്യാനേഷ് കുമാർ എന്ന് പറഞ്ഞാലോ? ആരാണെന്ന് മനസ്സിലേക്ക് ഒന്ന് വരുന്നുണ്ടോ നോക്കൂ. ആരായിരുന്നു? അല്ലേ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ആര്? ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ്. ഇനി അടുത്തത് പത്മകീർത്തി പുരസ്കാരം ആർക്കാ ലഭിച്ചത്? ആർക്കാ ലഭിച്ചതെന്ന് കിട്ടുന്നുണ്ടോ? പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആർക്കായിരുന്നു? നാരായണനാണ് അല്ലേ. ആർക്കാണ്? ഡോക്ടർ നാരായണനാണ് പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത്. അതുപോലെ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ആരാണ് ജേതാവായത്? നമ്മൾ പഠിച്ചൂലേ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ആരാ ജേതാവായത്? ആരായിരുന്നു? പങ്കജ് അദ്വാനിയാണ് അല്ലേ. ആരാണ്? പങ്കജ് അദ്വാനിയാണ്. ഇനി അതുപോലെ പെരുമ്പടപ്പിനെ പറ്റിയിട്ട് എന്തോ ഒരു കാര്യം ഇവിടെ പറഞ്ഞു. എന്തായിരുന്നു പെരുമ്പടപ്പിനെ പറ്റിയിട്ട് പറഞ്ഞത്? എന്തായിരുന്നു പെരുമ്പടപ്പ്? ആ ബ്ലോക്ക് പഞ്ചായത്തിന് എന്തോ ഒരു അവാർഡ് കിട്ടിയില്ലേ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്നൊരു അവാർഡ് കിട്ടിയത് ആർക്കാണ്? പെരുമ്പടപ്പിനാണ്. ഓക്കെ, അതുപോലെ 2025 AI ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കുക. 2025 AI ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? പാരീസ് ആണ് അല്ലേ. പാരീസ് ആണ്. അപ്പോൾ ഇനി അടുത്ത 2026 AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ 2025 AI ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? അതെവിടെയാണ്? നമ്മുടെ പാരീസിലാണ്. ഇനി ഫോർട്ട് വില്യം അല്ലെ. ഫോർട്ട് വില്യത്തെ കുറിച്ചിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു അത്? ഫോർട്ട് വില്യം എന്ന് പറഞ്ഞാല് എന്തായിരുന്നു? ഫോർട്ട് വില്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കരസേനയുടെ അല്ലെ അതിന്റെ കിഴക്കൻ തലസ്ഥാനമായിരുന്നു. അതിന്റെ പേര് മാറ്റി അല്ലെ. പേര് മാറ്റിയിട്ട് ഇപ്പൊ പുതിയ പേരെന്തായി? എന്താണ് പുതിയ പേര്? വിജയ് ദുർഗ് ആണ് അല്ലെ. എന്താണ്? ഫോർട്ട് വില്യത്തിന്റെ പുതിയ പേര് വിജയ് ദുർഗ് ആണ്. ഓക്കെ, ഇനി അടുത്തത് രേഖ ഗുപ്ത. ആരാണ് രേഖ ഗുപ്ത എന്ന് പറയുന്നത്? രേഖ ഗുപ്ത എന്ന് പറയുന്നത് ആരാണ്? കിട്ടുന്നുണ്ടോ? ആരാണ്? നമ്മുടെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ് അല്ലെ. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് ആര്? രേഖ ഗുപ്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ 97ാമത് ഓസ്കാറിലെ മികച്ച ചിത്രം എന്ന് പറയുന്നത് ഏതായിരുന്നു? 97 ആണ്. 97 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 2025 കൊടുത്ത ഓസ്കാർ ആണെന്ന് മനസ്സിലേക്ക് ആദ്യം വരണം. ഇനി ഓർക്കേണ്ടത് എന്താ? മികച്ച ചിത്രമാണ്. ഏതായിരുന്നു ആ മികച്ച ചിത്രം? ഏതായിരുന്നു? ഏതാണ്? അനോറയാണ് അല്ലെ. 96 ആണെങ്കിൽ അത് ഓപ്പൺ ഹെയ്മർ ആണ്. 97 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഏതാണ് മികച്ച ചിത്രം എന്ന് പറയുന്നത്? അനോറയാണ്. ഇനി പുല്ലമ്പാറ പഞ്ചായത്തിന് എന്തോ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. എന്തോ ഒരു പുരസ്കാരം അല്ലെ. എന്തായിരുന്നു അത്? സ്വരാജ് ട്രോഫിയാണ് അല്ലെ. അപ്പൊ സ്വരാജ് ട്രോഫി കിട്ടിയത് ഏത് പഞ്ചായത്തിനാണ്? പുല്ലമ്പാറ പഞ്ചായത്തിനാണ്. ദെൻ അടുത്തത് ഒരു ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. എന്തായിരുന്നു ആ ഇൻഡെക്സ്? കറക്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ആണ് അല്ലെ. ആ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയായിരുന്നു? എത്രയായിരുന്നു? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. എല്ലാവരും അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് കൊടുക്കുക. ഇന്ത്യയുടെ സ്ഥാനം, അതായത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രാം സ്ഥാനമായിരുന്നു? 1ാം സ്ഥാനം ഞാൻ പറയാം, അത് ഡെൻമാർക്ക് ആയിരുന്നു. ഇന്ത്യയുടെ സ്ഥാനം എന്താന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കമന്റ് ആയിട്ട് കൊടുക്കുക. എത്രാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ? ഓക്കെ, അപ്പോൾ നമ്മുടെ 2025 മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ PSC ബുള്ളറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഒക്കെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്ത ഒരു മാസം അല്ലെങ്കിൽ ഫെബ്രുവരിത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റും കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അത് മറക്കാതെ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക്